അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാനും സമ്പാദ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശനി സഹായിക്കും. ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടും. പതിവായ വ്യായാമവും സമീകൃത ആഹാരവും ആരോഗ്യത്തിന് ഗുണം ചെയ്യും. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഐക്യത്തിലാവും. പങ്കാളിയുടെ മേഖലയിലെ വിജയം കുടുംബത്തിൽ സന്തോഷം നൽകും. ശുക്രൻ 6ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. പ്രണയത്തിൻ്റെ കാര്യത്തിൽ വ്യാഴത്തിൻ്റെ 7ാം ഭാവത്തിലെ സ്വാധീനം പ്രണയബന്ധങ്ങളെ ശക്തിപ്പെടുത്തും. അവിവാഹിതർക്ക് വിവാഹ സാധ്യതകൾ തെളിയും. ദാമ്പത്യ ജീവിതത്തിൽ റൊമാൻസും സന്തോഷവും വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മികച്ച വിജയം നേടാനും സാധിക്കും. ഗ്രൂപ്പ് പഠനത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും അവസരങ്ങൾ കാണുന്നുണ്ട്. ദോഷപരിഹാരങ്ങളായി കാണുന്നത് തിരുവോണം നക്ഷത്രത്തിൻ്റെ ദേവത വിഷ്ണു ഭഗവാനാണ്. അതിനാൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുന്നത് അത്യുത്തമമാണ്. തിരുവോണം നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനായതിനാൽ ചന്ദ്രൻ്റെ അനുഗ്രഹം തേടുന്നതിനായി തിങ്കളാഴ്ചകളിൽ വ്രതമെടുക്കുകയോ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയോ ചെയ്യാം. ജൂൺ മാസത്തിൽ ചൊവ്വയും കേതുവും 8ാം ഭാവത്തിൽ സംക്രമിക്കുന്നത് ആരോഗ്യപരമായും സാമ്പത്തികപരമായും ചില വെല്ലുവിളികൾക്ക് കാരണമാകും. ഈ ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി ചൊവ്വയും കേതുവിനെയും പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യാം. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ചൊവ്വാദോഷം കുറയ്ക്കാൻ സഹായിക്കുകയും കേതുദോഷത്തിന് ഗണപതിയെയും നാഗദൈവതങ്ങളെ ആരാധിക്കുന്നത് ഉത്തമമാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് 2025 ജൂൺ മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നൽകുന്ന ഒന്നാണ്. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ആരോഗ്യത്തിലും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും മുൻകരുതലുകളും ആവശ്യമാണ്.